ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കുങ്കുമപ്പൂവ് എന്ന സീരിയൽ പ്രേക്ഷകർക്ക് വളരെ പ്രിയങ്കരമായ ഒരു സീരിയൽ ആയിരുന്നു. ഈ സീരിയലിൽ വളരെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഷാനു. ഈ സീരിയലിലൂടെയാണ് ഷാനവാസിനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. മലയാള സീരിയലിലെ നട്ടലുള്ള നായകനെന്ന് ആദ്യമായി വിളിക്കപ്പെടുന്നതും ഒരുപക്ഷെ ഷാനുവിനെ ആയിരിക്കാം. മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള താരം തന്നെയായിരുന്നു ഷാനവാസ് എന്ന് പറയുന്നതാണ് സത്യം. ഷാനവാസ് ദിലീപ് നായകനായി എത്തിയ സ്പീഡ് എന്ന സിനിമയിലൂടെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ബിഗ് സ്ക്രീനിൽ വലിയ വിജയമൊന്നും നേടാൻ താരത്തിന് സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. നായകനായി ഒരു സിനിമ റിലീസായെങ്കിലും അത് വലിയ വിജയമൊന്നും നേടിയില്ല. സീരിയൽ ലോകമായിരുന്നു താരത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത്. സീരിയൽ ലോകത്തൊരു ആക്ഷൻ കിങ് ആയി തന്നെയായിരുന്നു ഷാനവാസ് അറിയപ്പെട്ടിരുന്നത്. കുട്ടിക്കാലം മുതലേ തന്നെ ഷാനവാസിന്റെ ആഗ്രഹം എന്നത് സിനിമയോ സീരിയലോ ഒക്കെ ആയിരുന്നു. കലയോട് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വലിയ ഇഷ്ടത്തോടെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ ഷാനവാസ് ആഗ്രഹിക്കുകയും ചെയ്തു. മലപ്പുറത്തെ സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഷാനവാസ് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം സിനിമയിലെത്തിയ വ്യക്തിയാണ്. ഇപ്പോൾ ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഷാനവാസ്. ഇത്രയും വലിയ തോതിൽ ലൈം ലൈറ്റിൽ തിളങ്ങി നിന്നിട്ടും എന്റെ ഭാര്യയുടെ മുഖമോ എന്റെ കുട്ടികളുടെ പ്രൈവസിയോ ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷാനവാസ് പറഞ്ഞിരുന്നു. അവരുടെ ചിത്രങ്ങളോ ഫോട്ടോകളോ ഒന്നും തന്നെ ഒരു സമയം വരെ സോഷ്യൽ മീഡിയയിൽ ഷാനവാസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് അവരുടെ കുടുംബത്തെ എല്ലാവരും അറിയുന്നത്. അത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ഷാനവാസ് എത്തിയതിനു ശേഷമായിരുന്നു. ബിഗ് ബോസിലേക്കുള്ള വിളി വന്നതിന് ശേഷമാണ് ആദ്യമായി കുടുംബത്തെ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിലേക്ക് ഷാനവാസ് എത്തിക്കുന്നത് പോലും. സീത എന്ന സീരിയലിലെ ഇന്ദ്രൻ എന്ന കഥാപാത്രം കരിയറിൽ വലിയ ബ്രേക്ക് സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. ഈ ഒരു കഥാപാത്രത്തിനെ തുടർന്ന് വലിയ സ്വീകാര്യത തന്നെ താരത്തിന് ലഭിക്കുകയും ചെയ്തു. അതോടെ നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തിയെങ്കിലും ഇന്ദ്രന്റെ തട്ട് എപ്പോഴും താണു തന്നെയിരുന്നു. രുദ്രനും ഇന്ദ്രനും ഒക്കെ വളരെ മികച്ച കഥാപാത്രങ്ങളായി ഷാനവാസിന്റെ കരിയറിൽ പൊൻതൂവൽ വീശി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഷാനവാസ് അധികം ചെയ്തിട്ടില്ലാത്ത ഒരു സോഫ്റ്റ് ഹീറോ ടൈപ്പിലുള്ള കഥാപാത്രവുമായി മഴവിൽ മനോരമയിൽ സ്വയംവരം എത്തുന്നത്. സ്വയംവരം എന്ന സീരിയലിലെ ആ കഥാപാത്രം ഇതുവരെ ഷാനു അങ്ങനെ എടുത്തിട്ടില്ലാത്തൊരു കഥാപാത്രമായിരുന്നു. വളരെ സോഫ്റ്റ് ആയി ഭാര്യയെ സ്നേഹിക്കുന്ന വളരെ നല്ല ഒരു ചെറുപ്പക്കാരന്റെ കഥ. അതുവരെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു കഥാപാത്രം. അതുവരെ പലപ്പോഴും നായികയോട് ചാടി കളിക്കുന്ന അല്ലെങ്കിൽ ഒരു മാസ് ലുക്കുള്ള നായകനായിരുന്നു എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു നായകനെയാണ്. അതിൽ നിന്നും ഒരു സോഫ്റ്റ് ഹീറോ പരിവേഷത്തിലേക്ക് ഷാനവാസ് എത്തിയപ്പോൾ അത് പ്രേക്ഷകർക്കും അമ്പരപ്പ് നിറച്ചിരുന്നു. എങ്കിലും വലിയ ഇഷ്ടത്തോടെ ആ കഥാപാത്രത്തെയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിരവധി അനവധി കഥാപാത്രങ്ങൾ ഇപ്പോഴിതാ ബിഗ് ബോസ് സീസണിന്റെ 7th സീസണിൽ മികച്ച ഒരു മനുഷ്യനായി കളിക്കുന്ന മനുഷ്യൻ. എത്ര മനോഹരമായാണ് ഷാനവാസും അനീഷും തമ്മിലുള്ള കോംബോയെ പറ്റി ഓരോരുത്തരും പറയുന്നത്. കളിയെ കളിയായി കണ്ടുകൊണ്ട് അതിനെ വ്യക്തിപരമായി എടുക്കാതെ വളരെ മനോഹരമായി ആ വീട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ്. ആവശ്യമുള്ള സമയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുകയും അല്ലാത്തപ്പോൾ ആരോടും ഒരു വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കാതെ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അനീഷിനോടാണ് ഏറ്റവും കൂടുതൽ ഷാനവാസിന് ആ വീട്ടിൽ അടുപ്പമുള്ളത് എന്ന് തോന്നിയിട്ടുള്ള. ഇരുവരും തമ്മിലുള്ള കോംബോയും ആളുകൾക്ക് അത്രമേൽ ഇഷ്ടമാണ്. ഉടനെ തന്നെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുക്കാൻ ഷാനവാസിന് കഴിയുമെന്നും ഇത്തവണ കപ്പുയർത്താനുള്ള കെൽപ്പൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നും മലയാളികൾ ഒന്നടങ്കം പറയുന്നുണ്ട്.